നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജനക്ഷേമ പദ്ധതികളുടെ വലിയ ഒരു പട്ടിക തന്നെ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ 90 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസകരമാകുന്ന പദ്ധതികൾ എന്നാണ് പിണറായി ഇതിനെ വിശേഷിപ്പിച്ചത്. 1600 രൂപയുടെ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അത് നവംബർ 1 തന്നെ വിതരണം ചെയ്യും. ഇതുപോലെ സ്ത്രീകൾക്ക് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള മറ്റൊരു തരത്തിലുള്ള പെൻഷനുകളും ലഭിക്കാത്ത സ്ത്രീകൾക്ക് 1000 രൂപയുടെ പെൻഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പ്, ഇങ്ങനെ വലിയ ജനകീയമായ പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. അതേസമയം തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇത് എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല. ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ, ഇത് 1-2 മാസം കൊടുക്കുമ്പോൾ ഇത് എത്തുന്നത് ഏകദേശം 90 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളിലേക്കാണ്. അവരുടെ മനസ്സ് മാറാൻ ഈ ഒരു പ്രഖ്യാപനം മാത്രം മതി. ഇന്നലത്തെ ഈ പ്രഖ്യാപനം ഇടിത്തീ പോലെ വന്നു പതിച്ചത് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നെഞ്ചത്താണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്ന് മേൽക്കൈ നേടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാമെന്ന വ്യാമോഹത്തോടെ ഇരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ നെഞ്ചത്ത് വീണ ഇടിത്തിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പ്രഖ്യാപനം. നമുക്കറിയാം 2021 സാഹചര്യം. അതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി അന്നത്തെ ഇടതു സർക്കാർ കൊടുത്ത കിറ്റ് ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ മാറ്റം, ഒരു വലിയ ഒരു പ്രകമ്പനം തന്നെയാണ് അത് അന്ന് ആ കിറ്റ് സൃഷ്ടിച്ചത്. അതിലൂടെയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുമാണ്. അതിനു സമാനമായ ഒരു തന്ത്രപരമായ നീക്കം പിണറായി നടത്തിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് ജനക്ഷേമകരമായിട്ടുള്ള കുറെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇതെങ്ങനെ കൊടുക്കുമെന്നോ ഖജനാവിൽ അതിനുള്ള പണമുണ്ടെന്നോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പ്രഖ്യാപിക്കുക, 1-2 മാസം കൊടുക്കുക, ഇതാണ് പിണറായിയുടെ തന്ത്രം. ആ തന്ത്രത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന വി ഡി സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പിണറായിക്കെതിരെ വലിയ വിമർശനം ഉയർത്തിക്കൊണ്ട് വി ഡി സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ രംഗത്ത് വന്നു. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള, തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കാനുള്ള തന്ത്രം മെനയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദി സ്റ്റൈലിലാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഇങ്ങനെ കേരളത്തിലെ ഒരുവിധപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഹാലിളകിക്കൊണ്ട് വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം ഇവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതോടുകൂടി UDF എന്ന സംവിധാനം കേരളത്തിൽ തീരും. ലീഗ് ഇടതുപക്ഷത്തേക്കോ BJPയുടെ ഒപ്പം പോകും. അതുപോലെ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം പോകും, അല്ലെങ്കിൽ BJPയോടൊപ്പം ചേരും. 2031 ആകുമ്പോഴേക്കും കേരളത്തിൽ ഏറ്റവും ശുഷ്കമായ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആയി മാറും. UDF എന്ന സംവിധാനം തകരും തരിപ്പണമാകും. ചിലപ്പോൾ 31 പ്രതിപക്ഷമാവാൻ പോകുന്നത് കേരളത്തിലെ BJP അല്ലെങ്കിൽ NDA സഖ്യമായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്ന കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചു. നിലവിളിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ. അവരുടെ വാർത്താ സമ്മേളനത്തിലെ ശരീരഭാഷ പോലും അവരുടെ സമനില തെറ്റിയെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. KC വേണുഗോപാൽ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദി സ്റ്റൈലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഏകാധിപതിയായിരിക്കുന്നു. VD സതീശൻ പറയുന്നു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണിത്. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ക്ഷേമ പെൻഷൻ മുടങ്ങി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന വലിയൊരു തന്ത്രം മാത്രമാണിത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമെങ്കിൽ പോലും ചുരുക്കത്തിൽ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ കളം പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ഈ ഇടതു സർക്കാരും. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പ്രഖ്യാപനത്തിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.